സൗദിയിൽ നിന്നും കരിപ്പൂരിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി സൗദി എയർലൈൻസ്. വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ ഇന്ന് DGCA അനുമതി നൽകിയതിന് തൊട്ടുപിന്നാലെ സൗദി എയർലൈൻസ് ഉന്നത ഉദ്യോഗസ്ഥർ ജിദ്ദയിൽ മീഡിയ വണിനോടാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കരിപ്പൂരിൽ നിന്നും വീണ്ടും വലിയ വിമാന സർവീസുകൾ നടത്താൻ അനുമതി ലഭിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സർവീസ് നടത്താൻ തങ്ങൾ പൂർണ്ണസജ്ജരാണെന്ന് സൗദി എയർലൈൻസ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് നവാഫ് അൽ ജക്തമി, സൗദി ഓപ്പറേഷൻ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഇസാം അൽ മൈമാനി എന്നിവർ അറിയിച്ചു. In the past we have been operating to CDG Calicut and we will be more than happy to reinstate our operation once the airport is ready and all the government approvals are obtained. It will be our pleasure. Okay, but you cannot tell when we can transfer. As soon as the airport is ready and the related government approvals are obtained, we are ready. So we can expect before Hajj? That depends on the approvals and the availability of the aircraft, but this should not take much. It should be within a matter of weeks, as long as the approvals are there. കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ചായിരിക്കുമോ കരിപ്പൂരിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുക എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. That depends on what we are getting and the resources we have. But I think most importantly that we are in a position to point out that we are in a position to operate to CCG once all the requirements are satisfied. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാവാനുള്ള ഏതാനും ചില ദിവസങ്ങൾ കൂടി മാത്രം. അത് കഴിഞ്ഞാൽ സൗദി എയർലൈൻസ് വിമാനം കരിപ്പൂരിന്റെ റൺവേയിൽ പറന്നിറങ്ങും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.